പാകിസ്ഥാനിൽ ഇപ്പോൾ ഒന്നിനും ഒരു വ്യക്തതയില്ല. രാജ്യം തന്നെ നാലായി വെട്ടിമുറിക്കപ്പെടുമെന്ന നിലയിലാണ്. ബലൂചിസ്ഥാനും പഖ്തൂൺ മേഖലയ്ക്കും പിന്നാലെ ഇപ്പോൾ സിന്ധുദേശം എന്ന ആവശ്യവും ഉന്നയിച്ചുകൊണ്ട് മറ്റൊരു വിഭാഗം രംഗത്തെത്തിയിരിക്കുന്നു. അതിനിടയിൽ ഇന്ത്യയുടെ സ്വന്തം POKയും പ്രക്ഷോഭത്തിലാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് പാകിസ്ഥാനിൽ ശക്തമായ വേരോട്ടമുള്ള അവിടുത്തെ ഒരു പ്രധാന പ്രതിപക്ഷ പാർട്ടി, അതിന്റെ നേതാവ് ഇമ്രാൻഖാൻ ജയിലിലായിട്ട് നാളുകളേറെയായി. അതിന്റെ പ്രക്ഷോഭം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ആ പാർട്ടിയെ തന്നെ നിരോധിക്കാൻ ശ്രമിക്കുകയാണ് പാകിസ്ഥാൻ. അതിന്റെ ഭാഗമായി പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ നിയമസഭ ഒരു പ്രമേയം പാസാക്കിയിരിക്കുന്നു. അതിനവർ പറയുന്ന കാര്യം ഇമ്രാൻഖാൻ അടിക്കടി സൈന്യത്തിന് നേരെ നടത്തുന്ന ഈ വിമർശനങ്ങൾ ഇന്ത്യയെ സഹായിക്കാനാണ്, ഇന്ത്യയെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നീക്കം ഇമ്രാൻഖാൻ നടത്തുന്നത്. രാജ്യദ്രോഹിയാണ് ഇമ്രാൻഖാനും ഇമ്രാൻഖാന്റെ പാർട്ടിയും. അതുകൊണ്ട് തന്നെ ഈ പാർട്ടിയെ നിരോധിക്കുന്നു എന്നാണ് പഞ്ചാബ് നിയമസഭ പാസാക്കിയ പ്രമേയത്തിൽ പറയുന്നത്. നിലവിൽ ഇമ്രാൻഖാന്റെ പാർട്ടി വളരെ ശക്തമാണ് പാകിസ്ഥാൻ, അവർ പ്രക്ഷോഭത്തിലുമാണ്. അതിനിടയിലാണ് പഞ്ചാബ് പ്രവിശ്യയിൽ ഇതിന് നിരോധിച്ചിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. സിന്ധ് ദേശം വേണമെന്ന് പ്രക്ഷോഭം നടത്തുന്നവർ സിന്ധു പ്രവിശ്യയിലാണ്. പൊതുവെ പഞ്ചാബ് പ്രവിശ്യയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇമ്രാൻഖാന്റെ പാർട്ടി അവിടെ നിരോധിക്കുന്നതോടെ ഇനി അവരും പ്രശ്നം ഉണ്ടാക്കുമോ ഇല്ലയോ എന്ന് കാത്തിരിക്കണം. അങ്ങനെയെങ്കിൽ പിളരാൻ ഉദ്ദേശിക്കുന്ന പ്രവിശ്യകളുടെ എണ്ണം പാകിസ്ഥാനിൽ 5ആയി ഉയർന്നാലും അത്ഭുതപ്പെടാനില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.